ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇവിടെ ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്തിങ്ങനെ തോർന്ന് നിൽക്കുക, ചെറിയ ഒരു കാറ്റൊക്കെ ഉണ്ട്, ഒരു തണുത്ത കാറ്റ്, നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ അനുവദിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോറി ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കഥ പറയണമെങ്കിൽ എനിക്ക് 2024 ഡിസംബർ 25 പോകണം. ഓക്കെ, അപ്പം അതൊരു ക്രിസ്മസിൻ്റെ ദിവസമായിരുന്നു. അതെ, ക്രിസ്മസിൻ്റെ ദിവസമായിരുന്നു. അപ്പം അന്ന് രാത്രി എനിക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്തു, മെഡിസിൻ തന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് കൺട്രാക്ഷൻസ് വരാൻ തുടങ്ങി, പെയിൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്നെ ലേബർ റൂമിലോട്ട് മാറ്റി. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. അപ്പം ആളെന്നെ ലേബർ റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. ഹസ്ബൻഡിനെ കൂടെ കയറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ ലേബർ റൂമിൽ അങ്ങനെ ആ ഒറ്റയ്ക്ക് കയറുന്ന ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് ടെൻഷനായി, ഞാൻ ആൻഷ്യസായി, എനിക്ക് ഭയങ്കരമായിട്ട് പേടിയൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ എന്നെ ഇങ്ങനെ സമാധാനിപ്പിച്ചു, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കയറിയേ പറ്റൂ. നമ്മളിങ്ങനെ ഇത്രയും നാളും ഈ 9 മാസം ഇങ്ങനെ വയറ്റി വെച്ച് കൊണ്ടു നടന്ന ഈ കുഞ്ഞു ബേബീനെ നമ്മൾ കാണാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ സമാധാനിപ്പിച്ച് ഞാൻ അകത്ത് കയറി. അങ്ങനെ അകത്ത് കയറിയപ്പം ഞാൻ ആദ്യം കാണുന്ന കാഴ്ച, ഒരു 2-3 പേര് ഇങ്ങനെ ഓരോ കട്ടിൽ കിടന്നിട്ട് കരയുന്നുണ്ട്. കരയാന്ന് വെച്ചാൽ അവർ നിലവിളിക്കുക, അയ്യോ ഡോക്ടറേ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പോഴത്തേനും എനിക്ക് വീണ്ടും ടെൻഷൻ കൂടി, എനിക്ക് വീണ്ടും പേടിയും കൂടി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതെന്നെക്കൊണ്ട് പറ്റുമോ, ഇതെന്താവും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിലായി. പക്ഷെ എന്തായാലും പ്രസവിച്ചെടുത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ധൈര്യം സംഭരിച്ച് കട്ടിലൊക്കെ പോയി കിടന്നു. അങ്ങനെ മുന്നോട്ട് പോകെ എനിക്ക് പെയിൻ ചെറുതായിട്ട് കൂടിക്കൂടി വന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ടോയ്ലറ്റിൽ പോകാനും അതേപോലെ യൂറിൻ പാസ് ചെയ്യാനും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ പോകാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ. പിന്നെയും മുന്നോട്ട് പോകും തോറും പെയിൻ കൂടിക്കൂടി വരിക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പം ഞാൻ നേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എപ്പിഡ്യൂറൽ വേണം, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഡോക്ടർ ആക്ച്വലി 2 ദിവസം മുന്നേ എന്നോട് ചോദിച്ചതാണ്, നസ്മ എപ്പിഡ്യൂറൽ വേണോ, നമുക്ക് അതെടുത്താൽ നന്നായിരിക്കും എന്നെൻ്റെ ഗൈനക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ലേ, ഞാൻ പ്രസവവേദനയൊക്കെ അനുഭവിച്ച് പ്രസവിക്കാം എന്നുള്ളൊരു രീതിയിൽ വന്നതാണ് ലേബർ റൂമിലോട്ട്. അപ്പം പെയിൻ കൂടിക്കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പം ആ ഒരു രാത്രി മൊത്തം ഞാനിങ്ങനെ വേദന അനുഭവിച്ച് കിടന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് എപ്പിഡ്യൂറൽ ഇട്ടു. അപ്പോൾ എനിക്ക് ഈ കൺട്രാക്ഷൻസ് ഒന്നും അതിൻ്റെ ഒന്നും പെയിനൊന്നും എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എപ്പിഡ്യൂറൽ ഇട്ടപ്പം എൻ്റെ 2 കാലും മൊത്തത്തിൽ നമ്പായിട്ട് ഫീൽ ചെയ്യുവാണ്. അതായത് എനിക്ക് കാലൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ തോന്നിയാൽ പറയണം. അപ്പം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ അവരിടയ്ക്ക് വന്നിട്ട് ഈ എപ്പിഡ്യൂറൽ പോസ് ചെയ്യും. അപ്പോൾ എനിക്ക് വീണ്ടും പെയിൻ ഫീൽ ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഈ എപ്പിഡ്യൂറൽ ഇട്ട് കഴിഞ്ഞിട്ട് PV ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞില്ല, വലിയ പെയിനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷേ എപ്പിഡ്യൂറൽ ഇടുന്നതിന് മുന്നേ ആ ഒരു രാത്രി ഞാൻ ഈ വേദന മൊത്തം അനുഭവിച്ചിരുന്നു. ആ സമയത്ത് PV ചെയ്തായിരുന്നു ഒരു 2-3 പ്രാവശ്യം. എൻ്റെ അമ്മേ, ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ ഇങ്ങനെ പുക പോന്നു, ഒരു വല്ലാത്തൊരവസ്ഥ. ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ അറിയാമല്ലോ ഈ PVയുടെ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഡിസംബർ 26 ഒരു ഈവനിങ് 4 മണി 4:30 ആയി. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, നമ്മൾ ഇത്രയും അവേഴ്സായിട്ട് വെയിറ്റ് ചെയ്യുമല്ലേ, നമുക്ക് ഇനി വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് സിസേറിയൻ ചെയ്യാം, അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു.